ജലജന്യ രോഗങ്ങളെ ചെറുക്കാൻ മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടികളുമായി പുനലൂർ നഗരസഭ. ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് തടയുന്നതിനായി നഗരസഭാ പ്രദേശത്ത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമെന്ന് ചെയർപേഴ്സൺ എം.എ. രാജഗോപാൽ അറിയിച്ചു. കനത്ത വേനലിന് ശേഷം മഴ എത്തി തുടങ്ങുകയാണ്. മഴയ്ക്കൊപ്പം ഇനി പകർച്ചവ്യാധികളെത്തും. അതുകൊണ്ട് തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇന്ന് ചേർന്ന മുനിസിപ്പൽ കൗൺസിൽ ചർച്ച ചെയ്ത് വേണ്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. വാർഡ് തലങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി, അതിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി മുനിസിപ്പൽ കൗൺസിലറുടെ നേതൃത്വത്തിലുള്ള വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റികൾ അടിയന്തരമായി യോഗം ചേർന്ന് വാർഡ് തല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. ചൊവ്വാഴ്ച ചേർന്ന കൗൺസിൽ യോഗം ഇത് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുത്തു. എല്ലാ വാർഡുകളിലും വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാർഡ് തല ശുചീകരണ പരിപാടികൾ നടക്കും. എല്ലാ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യും. മലിനജല സ്രോതസ്സുകൾ കണ്ടെത്തി ഒഴിവാക്കും. പൊതുസ്ഥലങ്ങളിലെ കാടുകൾ നഗരസഭ നീക്കം ചെയ്യും. സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ വളർന്നു നിൽക്കുന്ന കാടുകൾ വെട്ടിമാറ്റുന്നതിനും അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കം ചെയ്യുന്നതിനും ഉടമസ്ഥർക്ക് നിർദ്ദേശം നൽകും. നിർദ്ദേശങ്ങൾ പാലിക്കാത്ത പക്ഷം നഗരസഭ അവ നീക്കം ചെയ്യുന്നതും ആയതിനുള്ള ചെലവ് പിഴ സഹിതം ഉടമസ്ഥരിൽ നിന്ന് ഈടാക്കുന്നതുമാണ്. പട്ടണത്തിലെ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചിയാക്കും. വരുന്ന ദിവസങ്ങളിൽ തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. നമ്മുടെ പട്ടണത്തിലെ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി മലിനമായി കിടക്കുന്ന അല്ലെങ്കിൽ അഴുക്കുവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം കണ്ടെത്തി പട്ടണത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്താനാണിപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വാർഡ് തലത്തിൽ തന്നെ മലിനജല സ്രോതസ്സുകൾ കണ്ടെത്തേണ്ടതുണ്ട്, അവ ഇല്ലാതാക്കേണ്ടതുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ജലജന്യ രോഗങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മളുടെ കെട്ടിക്കിടക്കുന്ന ജലസ്രോതസ്സുകൾ എല്ലാം അതിൻ്റെ നീരൊഴുക്ക് സുഗമമാക്കേണ്ടതുണ്ട്. ആ പ്രവർത്തനം ഇപ്പം നഗരസഭ തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ പ്രധാനപ്പെട്ട തോടുകളെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമുക്കെല്ലാ വീടുകളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യണം എന്ന് ഇന്നത്തെ കൗൺസിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് നഗരസഭയിലെ എല്ലാ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യുന്നതിനുള്ള തീരുമാനമെന്നെടുത്ത് ഉടൻ തന്നെ അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ്. ഏറ്റവും പ്രധാനമായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യം, പൊതുസ്ഥലങ്ങളിൽ കാടുകൾ വളർന്നു നിൽക്കുന്നുണ്ട്. അത് നഗരസഭയ്ക്ക് നീക്കം ചെയ്യാം. എന്നാൽ ധാരാളം സ്വകാര്യ സ്ഥലങ്ങളിൽ വലിയ തോതിൽ കാടുകളായി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലയിൽ ഇഴജന്തുക്കളും അതേപോലെ തന്നെ ഈ തെരുവ് നായ്ക്കളുടെയും പന്നികളുടെയും ഒക്കെ ഒരു ആവാസ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. അത് നമ്മുടെ കുട്ടികൾക്കൊരു ഭീഷണിയാണ്, ജനജീവിതത്തിന് തന്നെ ഭീഷണിയാണ്. അതുകൊണ്ട് അത്തരത്തിൽ സ്വകാര്യ ഭൂമികളിൽ വളർന്നു നിൽക്കുന്ന കാടുകളും കുറ്റിച്ചെടികളും അടിയന്തരമായി അതിൻ്റെ ഉടമസ്ഥർ തന്നെ വൃത്തിയാക്കേണ്ടതുണ്ട്. അത് ഇല്ലെങ്കിൽ നടപടി സ്വീകരിക്കണം എന്നാണ് പൊതുവെ മുനിസിപ്പൽ കൗൺസിൽ ഉയർന്നു വന്ന അഭിപ്രായം. അതനുസരിച്ച് ഏതെങ്കിലും കാരണവശാൽ അത്തരത്തിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന നിലയിൽ, സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന നിലയിൽ സ്വകാര്യ ഭൂമിയിൽ കാടുകൾ വളർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉടമസ്ഥർ ഉടൻ തന്നെ അവ വൃത്തിയാക്കണം. ഇല്ലെങ്കിൽ നഗരസഭ തന്നെ അത് വൃത്തിയാക്കേണ്ടി വരും. അങ്ങനെ വന്നാലോ അതിന് ചിലവായ തുക ഈടാക്കും എന്ന് മാത്രമല്ല, അതിനോടൊപ്പം നിയമാനുസരണം പിഴയും ചുമത്തേണ്ടി വരും. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ അപകടകരമായ മരങ്ങൾ പലയിടത്തുമുണ്ട്. പൊതുസ്ഥലങ്ങളിൽ വളർന്നു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി ഇതുവരെ കിട്ടിയ എല്ലാ അപേക്ഷകളും ട്രീ കമ്മിറ്റി കൂടി അതിനെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. സ്വകാര്യ ഭൂമിയിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന, വീടുകൾക്ക് ഭീഷണിയായിട്ടുള്ള, ജീവന് തന്നെ ഭീഷണിയായിട്ടുള്ള മരങ്ങൾ വളർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അവ അടിയന്തരമായി ആ വീട്ടുടമസ്ഥർ തന്നെ അത് മുറിച്ച് നീക്കേണ്ടതാണ്. അങ്ങനെ മുറിച്ച് നീക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് അപകടകരമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ നഗരസഭ തന്നെ അത്തരം മരങ്ങൾ മുറിച്ച് നീക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു നടപടി നഗരസഭ സ്വീകരിച്ചാൽ അതിന് ചിലവാകുന്ന തുകയും അതുപോലെ തന്നെ പിഴയും നഗരസഭയ്ക്ക് ഈടാക്കേണ്ടി വരും. ഇതെല്ലാം
നഗരസഭാ കൗൺസിൽ ചർച്ച ചെയ്ത് ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്, തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മൾ ധാരാളം ഒരു കാലാവസ്ഥാ വ്യതിയാന ദുരന്തങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കനത്ത വേനലാണ്, കുടിവെള്ളത്തിന് വലിയ ക്ഷാമമാണ്. ഇനി മഴയെത്തിയാൽ മാരകമായ രോഗങ്ങളെത്തും, ഒരുപാട് അപകടങ്ങളുടെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ മഴക്കാല പ്രതിസന്ധികളെ നേരിടാം. അതിനെല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു.